മാറുന്ന നിയമസംഹിതകൾ അംബേദ്കറിൻ്റെ പ്രസക്തി എന്നുള്ളൊരു വിഷയത്തിലാണ് ആൾ സംസാരിക്കുന്നത്. സ്വാഭാവികം വ്യത്യസ്ത ഞങ്ങൾ രണ്ടുപേരും ഒരേ ഏരിയയിൽ നിന്ന് വരുന്നതാണ്, ചരിത്ര വിദ്യാർത്ഥികളാണ് രണ്ടുപേരും, ഞാനും ശ്രീ മാളവിക. നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇടപെടണമെന്നുള്ളത് ഒരു ചെറിയൊരു സംശയമുണ്ടെങ്കിലും ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാമെന്ന് തുടങ്ങുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ഡിസ്കഷൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അംബേദ്കറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും അംബേദ്കറിൻ്റെ പല നിരീക്ഷണങ്ങൾ ഇന്നത്തെ ഒരു വേറിട്ട ചില വായനകൾ നമ്മൾക്ക് സാധ്യമാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചില പ്രവചനങ്ങളൊക്കെ പോലും നമ്മൾ ഭരണഘടനയും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് വിഭാവന ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നിഷേധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചില പരിഷ്കാരങ്ങൾ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ അതിനെ ഒരു ചലനാത്മകമാക്കി മാറ്റുന്നത് അതിൻ്റെ ഒരു അമെൻമെൻ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അതിനുള്ളിലുള്ളതുകൊണ്ടാണ്. അതിനെ പരിഷ്കരിക്കാൻ ഉള്ളൊരു അവകാശവും സ്വാതന്ത്ര്യവും അത് നൽകുന്നു എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. മറ്റ് ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. സ്വാഭാവികമായും അല്ലെങ്കിൽ ഒരു വേദങ്ങളും ശാസ്ത്രങ്ങളും അത്തരത്തിലുള്ള എഴുതപ്പെട്ട വരികളിൽ തിരുത്തുകൾ സാധ്യമാക്കുന്നൊരു ഭരണഘടന തന്നെയാണ്. അല്ലെങ്കിൽ മതങ്ങളുടെ ഒരു വിശുദ്ധ ഗ്രന്ഥങ്ങൾ പോലെയുള്ളൊരു ടെക്സ്റ്റ് അല്ല നമ്മളെ സംബന്ധിച്ച് ഭരണഘടന എന്നറിയാം. എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടന തിരുത്താനുള്ളൊരു അവകാശത്തെ ദുർവിനിയോഗം ചെയ്യുന്നത് നമ്മൾ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വിഭാവന ചെയ്ത് എത്രമാത്രം കാര്യമായ രീതിയിൽ ആളുകൾക്കിടയിൽ ചെല്ലുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മൾ സാമൂഹ്യശാസ്ത്രത്തിലും അല്ലെങ്കിൽ ചരിത്രത്തിലുമൊക്കെ കാര്യമായ രീതിയിൽ ആദിവാസികളെക്കുറിച്ചും ദളിതരെക്കുറിച്ചുമൊക്കെ അവരുടെ പീഡനങ്ങളും അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബ്രിട്ടീഷ് പീരീഡിൽ നടന്നതിനെ സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ ജാതി വിവേചനം എന്ന് പറയുന്ന ഒരു കൊളോണിയൽ പ്രോഡക്റ്റ് ആണെന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ പോലും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിനുശേഷവും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും കാര്യമായ രീതിയിൽ വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് പ്രതിസന്ധികൾ നിൽക്കുന്നത്. അതുപോലെ ഒരു ഭരണഘടനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതൊരു മാറ്റത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമായി നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ഭരണഘടന എഴുതപ്പെടുന്നതിൻ്റെ ഒരു പശ്ചാത്തലം സ്വാഭാവികമായിട്ട് നമുക്കറിയാം. റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ അതിൻ്റെ ഒരു ബേസ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും പല ആളുകളും വായിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഡിസ്കഷൻ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് പല നിയമ പണ്ഡിതരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണം എന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം, ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അംബേദ്കർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അംബേദ്കർ എങ്ങനെ പ്രസക്തമാകുന്നു എന്നുള്ളതിനൊരു ഉദാഹരണം എന്ന നിലയിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ ഒരു ഉദാഹരണം പറയാവുന്നു. അപ്പോൾ ആ ഒരു കോൺഫറൻസിൽ പ്രധാനമായിട്ടും നടന്നൊരു ഡിസ്കഷൻ ഇന്ത്യൻ ഭരണം ഇന്ത്യക്കാർക്ക് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ലഭിച്ചാൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഭരണം എങ്ങനെയാണ് നടത്തപ്പെടുന്നത് എന്നുള്ളൊരു ആലോചന നടക്കുന്നു. അപ്പോൾ അതിൽ അംബേദ്കർ മുൻപോട്ട് വെക്കുന്നൊരു വാദം വളരെ കൃത്യമായി അല്ലെങ്കിൽ അതിനൊരു നമുക്കൊരു പ്രവചനം എന്ന നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് നൽകിക്കഴിഞ്ഞാൽ അതൊരു ഒളിഗാർക്കിയായി മാറും എന്നുള്ളൊരു കാര്യമാണ്. അത് 2-3 ആളുകൾ മാത്രം നടത്തുന്ന ഒരു ഭരണ വ്യവസ്ഥിതിയായി മാറും എന്നുള്ളത് ഒരു അന്നത്തെ ഒരു നിരീക്ഷണം. പക്ഷേ അത് നമ്മൾ ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ അതൊരു പ്രവചനം എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. അത് വളരെ കൃത്യമാണ്. ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനം നമ്മൾ പരിശോധിച്ചാലും അവിടെ എപ്പോഴും ഏതെങ്കിലും 2 എലീറ്റ് ആയിട്ടുള്ള 2 ജാതി വിഭാഗങ്ങൾ മാത്രമാണ് അവിടെ ഭരണവും എല്ലാവിധ സംവിധാനങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സാഹചര്യം വളരെ വ്യക്തമാണ്. ഈ ഒളിഗാർക്കി എന്ന് പറഞ്ഞ അംബേദ്കറിൻ്റെ നിരീക്ഷണം ഏറ്റവും ഫിറ്റായി വരുന്നൊരു ഭരണകൂടം നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. കാര്യം നമുക്കറിയാം, കേരളത്തിന് 65 വയസ്സ് പ്രായമുള്ള കേരളത്തിനെ സംബന്ധിച്ച് ഏതാണ്ട് അതിൻ്റെ നേർപകുതിയാണ് 30 വർഷത്തോളം ഒരു വിഭാഗത്തിൽപ്പെട്ട നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് മുഖ്യമന്ത്രിമാരായിരിക്കും. പിന്നെ നമ്മൾ മന്ത്രിമാരുടെയൊക്കെ ജാതി തിരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഈഴവ വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ സമുദായം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മതം എന്ന നിലയിൽ നോക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിൻ്റെ ഇരട്ടി ആളുകളാണ് മന്ത്രിമാരായിരിക്കും, നായർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ആയിരിക്കും. അപ്പം ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്ന പോലുള്ള പ്രാതിനിധ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ കാര്യമായ രീതിയിൽ വരുന്നില്ല. ഇതിനെ അട്ടിമറിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഇതിനൊരു വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരു ഒളിഗാർക്കി എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനൊരു തർക്കവുമില്ല. അത് ഇന്നത്തെ ഒരു സാമൂഹ്യശാസ്ത്രം, ജാതി വിവേചനം എന്താണ്, ഇന്നത്തെ ജാതിയെക്കുറിച്ചുള്ളൊരു പഠനം സാമൂഹ്യശാസ്ത്രം നടത്തുമ്പോൾ പണ്ടത്തെ കാലത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ആളുകളുടെ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ അളവ് നമുക്ക് വ്യക്തമാണ്.
അവരുടെ ഡ്രസ്സിലൂടെയോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ അവരെ പ്രവേശിപ്പിക്കാതിരിക്കുന്നതിലൂടെയൊക്കെയാണ് നമ്മൾ ജാതിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അറിയുകയും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നത് സാധ്യമല്ല. നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തുകൊണ്ടൊന്നും നമുക്ക് ജാതി വിവേചനത്തെ കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ജാതിയെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു ടൂളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ആരൊക്കെ ഏതൊക്കെ പൊസിഷനുകളാണ് ഇരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് നമ്മൾ സൊസൈറ്റിയോട് അല്ലെങ്കിൽ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു മറ്റൊരു വേർഷനാണ് അംബേദ്കർ പറഞ്ഞ ആ ഒളിഗാർക്കി എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആ കാര്യം. അതുകൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ ഒരു ഭരണത്തെ നമ്മൾ പരിശോധിച്ചാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിയാലും അല്ലെങ്കിൽ നമ്മൾ മറ്റ് പല ചാനലുകളോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലകൾ നമ്മൾ പരിശോധിച്ചാലും അവിടെയെല്ലാം നമ്മൾ കാണുന്നത് പ്രബലരായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഭരണഘടന വിഭാവന ചെയ്യുന്ന അത് എത്രത്തോളമാണ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ വേരോടിയത് എന്നുള്ളൊരു പ്രധാന പ്രശ്നം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഭരണഘടനയെ വേറൊരു രീതിയിൽ പരിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടേതായിട്ടുള്ളത്. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ എയ്ഡഡ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. അപ്പോൾ യാതൊരു സംവരണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നടക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങളാണ് എയ്ഡഡ് മേഖലയിൽ നിലനിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്നതും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നതിൻ്റെ 50% മുകളിൽ ഫണ്ട് ചെലവഴിക്കുന്നതും വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. അതിൽ 50% മുകളിൽ ഈ ഫണ്ട് എത്തിച്ചേരുന്നതും ഈ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ പരിഷ്കരിച്ചെടുത്ത് ഇവർ ഈ ഭരണഘടനയുടെ മാറ്റങ്ങളിലൂടെയും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില നിയമങ്ങൾ അവർ നിർമ്മിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് എലീറ്റായിട്ടുള്ള വിഭാഗം അല്ലെങ്കിൽ ഒളിഗാർക്കി എന്ന് പറയുന്ന ആ 2-3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടാണ് ഈ വക പ്രക്രിയകൾ നടക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു പ്രശ്നം വളരെ കാര്യമായ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ മറു സൈഡിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ പുതിയ അല്ലെങ്കിൽ തുടർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികളും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും തീവ്രമായ രീതിയിൽ അവരുടെ ആലോചനയും അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സുമായിട്ട് നിൽക്കുന്ന ആളുകൾ ഭരണഘടന കത്തിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ചില കാര്യങ്ങൾ മുൻപോട്ട് വെക്കുകയും സംവരണത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ മുൻപോട്ട് വെക്കുകയും അല്ലെങ്കിൽ പട്ടികവർഗ കുട്ടികൾക്ക് അനുവദിക്കുന്ന പല സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും ഒക്കെ നിയമപരമായിട്ട് തന്നെ അവർ ഇല്ലാതാക്കുകയും മാറ്റിമറിക്കുകയൊക്കെ ചെയ്യുന്നതും ഒരു സൈഡിലൂടെ നടക്കണം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നിരവധി ഉദാഹരണങ്ങളും കാര്യകാരണങ്ങളും ഒക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഈ ഒരു സംവിധാനങ്ങൾക്കുള്ളിൽ. പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കണം. അത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം എന്ന നിലയിൽ തന്നെയാണ് അംബേദ്കറും ഈ ഭരണഘടനയുടെ ഒരു സമകാലിക അവസ്ഥയും അല്ലെങ്കിൽ അതിനെ ഒരു തിരുത്തി കൊണ്ടുപോകുന്ന ഒരു പോക്കും എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും ഇതൊരു തുടക്കം എന്നതിൽ പറയാനുള്ളത്. നമസ്കാരം. വിനിൽ ഇതിൻ്റെ ഒരു പുതിയൊരു മാറുന്ന സംഹിതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സമകാലികമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, മുമ്പോട്ട് വെച്ച് കഴിഞ്ഞു. ഞാൻ ഒരു നിയമ വിദഗ്ധയല്ല, പക്ഷേ എങ്കിലും ഈ നിയമ സംവിധാനങ്ങളിലൂടെ ഇതിലൂടെ ഒന്ന് ഓടിച്ചു പോയപ്പോൾ തോന്നിയ ചില കാര്യങ്ങൾ മറ്റ് പല വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ IPCയെ റീപ്ലേസ് ചെയ്യുന്ന ഭാരതീയ ന്യായ സംഹിതയും CRPCനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നാഗരിക് സുരക്ഷ, പിന്നെ എവിഡൻസ് ആക്ട്, ഇങ്ങനെ 3 തരത്തിലായിട്ടാണ് ഈ നിയമം പുതിയ ഭാരതീയ ന്യായ സംഹിത ഉറപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പൊതുവെ ആളുകൾ ഇതിനെ ഒരു നിയമത്തെ ഇന്ത്യനൈസ് ചെയ്യുന്ന ഒരു ഭാരതീയവൽക്കരിക്കാനുള്ള ശ്രമമായിട്ടും അതുപോലെ തന്നെ ഒരു ഡീകോളനൈസിങ്ങിൻ്റെ ഒരു അതുവരെയുള്ള ഒരു കൊളോണിയൽ സ്വഭാവമുള്ള ഒരു ഡോക്യുമെൻറ്റിനെ ഡീകോളനൈസ് ചെയ്യാനുള്ള ശ്രമമായിട്ടും വാഴ്ത്തി കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു എസൻസ് പരിശോധിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം, അത് ഒരു എസൻസിൽ അത് വളരെ കൊളോണിയൽ സ്വഭാവമുള്ള ഒരു സംഗതിയാണെന്നുള്ളതാണ്. ഒരു പരമാധികാരമായിട്ടുള്ള ഒരു ബെനവലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ മുൻനിർത്തിയാണ് അത് മുഴുവനും ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. അപ്പോൾ അത് ഒരു പലപ്പോഴും ഒരു സാധാരണ മനുഷ്യന് അധികാരം കുറഞ്ഞൊരവസ്ഥയും സ്റ്റേറ്റിൻ്റെ ഒരു ബെനവലൻസിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിലേഷനായിട്ട് മാത്രമായിട്ടാണ് ഈ ഒരു നിയമവും പൗരനും തമ്മിലുള്ള ബന്ധത്തെ കാണുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ നിയമത്തിനകത്ത് തന്നെ പൗരൻ്റെ ഉള്ള അവകാശം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്രജയുടെ അവകാശമായി ചുരുങ്ങി പോകുന്നുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു ഭാഷാ പ്രയോഗങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്.
മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ പിതൃ മേധാവിത്വ വ്യവസ്ഥ പേട്രിയാർക്കി എന്ന് പറയുന്ന സംഗതി അതൊരു ഭയങ്കര ഒരു അധികാരത്തിൻ്റെയും സബ്ജുഗേഷൻ്റെയും അതോറിറ്റിയുടെയും ഒക്കെ ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ നിയമസംഹിത സ്ത്രീകളെയും കുട്ടികളെയും ഒന്നിച്ചൊരു വിഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് വളരെ ഒരുപാട് ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം സ്ത്രീകളെ ഈ മദർഹുഡിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് കുറേ കാലത്തെ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും സ്ത്രീകളെ ഈ കുടുംബത്തിൻ്റെ ഭാഗമായി ചുരുക്കി കാണുവാനും അല്ലെങ്കിൽ മദർഹുഡിൻ്റെ ഭാഗമായി ചുരുക്കി കാണുവാനായിട്ടുള്ള ഒരു ശ്രമം കാണാം. ഇപ്പം ഇതിനകത്ത് ഈ നിയമസംഹിതയിൽ പ്രധാനമായും സ്ത്രീകളെയും കുട്ടികളെയും ഒറ്റ കാറ്റഗറി ആയിട്ടാണ് പരിഗണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്ത്രീകൾ ഒരു ഉദാഹരണത്തിന് ചാപ്റ്റർ 5 സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെ കുറിച്ചിട്ടുള്ള ഇതിൽ സ്ത്രീകളെയും കുട്ടികളെയും ഒന്നിച്ചാണ് കാണുന്നത്. വേറൊരു തരത്തിൽ രണ്ട് കൂട്ടരുടെയും ഒരു ഇൻഡിപെൻഡൻ്റ് ഐഡൻറ്റിറ്റി ഇതോടുകൂടി ഇല്ലാതാവുക ചെയ്യുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും നമുക്ക് കാണാം. അപ്പോൾ സ്ത്രീകളുടെ സാമൂഹികമായിട്ടുള്ള ഒരു പ്രസക്തി എന്നുള്ളത് മാതൃത്വം എന്നുള്ളത് ഒരു റീപ്രൊഡക്ഷൻ, അതായത് ഒരു റീപ്രൊഡക്ഷനോടുമായി മാത്രം ബന്ധപ്പെടുത്തി കാണുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതെങ്ങനെയാണ് ഒരു അംബേദ്കർ വിഭാവനം ചെയ്ത ഒരു ഭരണഘടനയുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമുക്കറിയാം. നമ്മുടെ മുൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 5 എന്ന് പറയുന്ന നോൺ ഡിസ്ക്രിമിനേഷനെ വിവേചനത്തിനെതിരായിട്ടുള്ള ഒരു വകുപ്പാണ്. അതുപോലെ തന്നെ ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഈ 3 സംഗതികളെയും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകളെ അതുകൊണ്ട് ഈ 3 ആർട്ടിക്കിളുകൾ പരിശോധിച്ചാൽ തന്നെ സ്ത്രീകൾ ഒരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ആയിട്ടായിരുന്നു മുൻ ഭരണഘടന കണ്ടിരുന്നത് നമുക്കറിയാം. സ്വതന്ത്ര അവകാശമുള്ള, കാരണം എല്ലാത്തിനകത്തും പറയുന്നുണ്ട് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നുണ്ട്. ഓരോ സമയത്ത് സ്ത്രീക്ക് പ്രത്യേക സ്വതന്ത്ര വ്യക്തിത്വം അനുവദിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്ത്രീകളെ കുട്ടികളെ കാണുന്നത് തന്നെ വളരെ വീക്കായിട്ടുള്ള, അതുപോലെ തന്നെ വളരെ വൾണറബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ബെനവലൻസിന് ആവശ്യമുള്ള ആളുകളായിട്ടാണ് ഇത് മുൻകൂർ ഭാവന ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഓട്ടോണമിറ്റിയോ അവരുടെ ശരീരത്തിൻ്റെ മേലോ കൊടുക്കുന്നതായി നമുക്കിതിൻ്റെ ഒരു മൊത്തം ഡിബേറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് സ്ത്രീകളെയും കുട്ടികളെ കുറിച്ചിട്ടുള്ള വകുപ്പുകൾ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ കാണുന്നത്. അതിനകത്തൊരു വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും സ്ത്രീകളുടെ ബോഡി ഇൻറ്റഗ്രിറ്റിനെയും അതിൻ്റെ ഒരു ഓട്ടോണമിറ്റിനെയും അതിൻ്റെ ഒരു ഫ്രീ വില്ലിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഏജൻസിയെ കുറിച്ചിട്ടുമൊക്കെ കാര്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഒരു ഒറ്റ കാറ്റഗറിയായി കാണുന്നത് വഴി പല സ്ത്രീകൾ, ഒരു ഉദാഹരണം പറയുന്ന അബോർഷനെ കുറിച്ചിട്ടുള്ളൊരു സംഗതി. അബോർഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രത്യേക ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് അബോർഷൻ തരുന്നത്. അത് ഭരണഘടനയിലും അങ്ങനെയായിരുന്നു. പക്ഷേ അത് സ്ത്രീകളുടെ ഒരു ശരീരത്തിന് മേലുള്ള ഒരു അധികാരത്തിനുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഒരു പുതിയ കാലത്തിലുള്ള ഫെമിനിസ്റ്റ് നിയമ വിദഗ്ധർ അതിനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ നിയമ സംഹിതയ്ക്കകത്ത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും ക്യൂർ ആയിട്ടുള്ള ആളുകളുടെയും റോൾ എന്താണ്, അല്ലെ അവരുടെ നില എന്താണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ അട്രോസിറ്റി, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അട്രോസിറ്റിയിൽ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പൊതുവെയുള്ള ലൈംഗിക അതിക്രമത്തെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, ഈ അനുഭവങ്ങളെ ഇതാക്കുന്ന സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സോ ക്യൂർ ആയിട്ടുള്ള ആളുകളോ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് കാണാം. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ളൊരു എക്സ്ക്ലൂഷൻ ഇതിൻ്റെ ബൈ ഡെഫിനിഷനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇൻറ്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്, മരിറ്റൽ റേപ്പിനെ കുറിച്ചിട്ടുള്ള അതേ കൊളോണിയൽ സാധനം തന്നെയാണ്. അതായത് ഭരണഘടനയിൽ ഉണ്ടായിരുന്ന അതേ കൊളോണിയൽ സാധനം തന്നെയാണ് ഇത് തുടരുന്നത്. എന്നാൽ ചില വയലൻസിനെതിരെയുള്ള ചില ഇതിനകത്ത് കൊടുത്തിട്ടുമുണ്ടെന്ന് കാണാം. അപ്പോൾ ഇത് കുറച്ചൊരു വേഗമായിട്ടാണ് ആ ഏരിയ നിൽക്കുന്നതെന്ന് കാണാം. അതുപോലെ തന്നെ 377 ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 377 കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്സിനെ നിഷേധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അതിന് അനുകൂലമായി വേറെ ചില ക്ലോസുകളും അതിനകത്തുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വയലൻസ്, സെയിം സെക്സിൻ്റെ ഭാഗത്തുള്ള വയലൻസിനെ, അതിക്രമത്തിനെയും തടയാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് പോകുന്ന വഴി ആ ഒരു സാധ്യതയും കൂടി അടഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്റ്റും 377 തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചയും ഈ ഒരു സമയത്ത് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഇപ്പം തന്നെ അവസാനിപ്പിക്കാം. പക്ഷേ എങ്ങനെയാണ് അംബേദ്കർ ഈ ഒരു പുതിയ ഭരണഘടന പ്രത്യേക രീതിയിൽ പരിഷ്കരിക്കപ്പെടുകയും മാറ്റപ്പെടുകയും പുതിയ നിയമങ്ങൾ വരികയും ചിലതൊക്കെ ഇല്ലാതാവുകയൊക്കെ ചെയ്യുമ്പോൾ അംബേദ്കറിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളൊരു ചോദ്യം ഈ ഒരു ചർച്ചയുടെ ടോപ്പിക്ക് തന്നെ വളരെ പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അംബേദ്കർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ സാമൂഹ്യ വിമർശനത്തിനകത്ത് അദ്ദേഹം ആദ്യം ചെയ്യുന്ന ഒരു വലിയൊരു ഇവൻ്റ് എന്ന് പറയുന്നത് മനുസ്മൃതി കത്തിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം വളരെ സ്ത്രീകളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിലയെക്കുറിച്ച്, സ്ത്രീകളുടെ സവിശേഷ അവകാശത്തെക്കുറിച്ചിട്ടും വളരെ ബോധ്യമുള്ള ഒരു ആളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പ്രധാനമായും വിശ്വസിച്ചിരുന്നത് സാമ്പത്തികവും സാമൂഹികവുമായ നീതി ഉറപ്പ് വരുത്തുന്നില്ലെങ്കിൽ ഈ ഒരു സോഷ്യലായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ്, പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിന്, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു ജസ്റ്റിസ് മുൻകൂർ ഭാവന കണ്ടാൽ മാത്രമാണ് ഒരു സ്വാതന്ത്ര്യത്തിന് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഒരു സോളിഡാരിറ്റിയും ഒരു നാഷണൽ ഇൻ്റഗ്രേഷനും അത് സാധ്യമാകണമെങ്കിലും സാമൂഹ്യ നീതിയെ ഒരു പ്രധാനപ്പെട്ട മുന്നുപാധിയായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. ഈ സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള വലിയ ആലോചനകൾ, അത് സ്ത്രീകളുടെ പ്രശ്നമാവട്ടെ, ദളിതരുടെ പ്രശ്നങ്ങളാവട്ടെ, ആദിവാസികളുടെ പ്രശ്നങ്ങളാവട്ടെ, സെക്ഷൽ മൈനോറിറ്റീസിൻ്റെ പ്രശ്നങ്ങളാവട്ടെ, അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ നിർവചനമോ വ്യക്തമായ ചർച്ചകളോ ഈ ഒരു പുതിയ ഡോക്യുമെൻറ്റിൽ കുറവാണെന്നുള്ളത് അംബേദ്കറുടെ ഒരു വളരെ എന്താ പറയുക, മുൻകൂർ ഭാവന ചെയ്യുന്ന അംബേദ്കറുടെ സാമൂഹ്യനീതിയെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചകൾക്ക് അല്ലെങ്കിൽ ധാരണകളെ കൂടുതൽ പ്രസക്തമാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഫെഡറൽ സിസ്റ്റത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം, ഇപ്പോൾ ഫെഡറൽ സ്വഭാവം ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത്. കാരണം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ ഭയങ്കരമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അംബേദ്കർ ഒരു ഫെഡറലിസത്തിലുള്ളൊരു വിശ്വാസം വളരെ പ്രസക്തമായ ഒരു ആലോചനാ വിഷയമാണെന്ന് ഞാൻ കരുതുന്നു. അവസര സമത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വളരെ പ്രധാനമാണ്. കാരണം വളരെ കുറച്ച്, അല്പം ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ കുറച്ച് മനുഷ്യർ അല്ലെ വളരെ കുറച്ച് സമുദായങ്ങൾ മാത്രം അവകാശങ്ങളും അധികാരങ്ങളും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അവസര സമത്വം എന്ന് പറയുന്ന ഒരു പരികല്പന വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും ഞാൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോലെയുള്ള സംഗതികൾ സ്റ്റേറ്റിനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, പൗരന്മാരോടൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ ഉറപ്പുവരുത്തും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോലുള്ള സംഗതികൾ. അങ്ങനെ വളരെ വിശാലമായി സാമൂഹ്യനീതി ആവട്ടെ, പൗരൻ്റെ അവകാശമാകട്ടെ, വ്യക്തികളുടെ അവകാശമാകട്ടെ, സാമൂഹികമായിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ആവട്ടെ, ഇവയൊക്കെ ഇവയൊക്കെ എന്താ പറയുക, ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന, ഇവയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഐഡിയോളജി നമ്മുടെ പഴയ ഭരണഘടനയ്ക്കുണ്ടായിരുന്നു. പുതിയ ഭരണഘടന പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ പുതിയ ഈ ന്യായസംഹിത പല കാര്യങ്ങളും വിശദീകരിക്കുന്നതിലും നിർവചിക്കുന്നതിലും വളരെ എന്താ പറയുക, ഒരു അവ്യക്തത, വളരെ കാര്യമായ അവ്യക്തത നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പൊതുവെ എനിക്ക് പറയാനായിട്ട് തോന്നിയത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാലത്ത് എന്നല്ല, ഏതൊരു കാലത്താണെങ്കിലും BR അംബേദ്കറിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഏതെങ്കിലും ഒരു പഴയ ന്യായ സംഹിതയെ പുതിയത് കൊണ്ട് റീപ്ലേസ് ചെയ്തത് കൊണ്ടോ ഇനി പുതുതായിട്ടൊന്നിനെ നമ്മൾ തന്നെ വാർത്തെടുത്തത് കൊണ്ടോ അംബേദ്കറിൻ്റെ പ്രസക്തി ഏതെങ്കിലും കാലത്ത് ഇല്ലാതെയായി പോകും എന്നും ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അല്പം മുമ്പ് സംസാരിച്ചതുപോലെ ആർട്ടിക്കിൾ 14 ഉൾപ്പെടുന്ന നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില പൗരാവകാശങ്ങളുണ്ട്. ആ പൗരാവകാശങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാവർക്കും, ഭാരതീയരായിട്ടുള്ള എല്ലാവർക്കും, ചില അവകാശങ്ങൾ അടിസ്ഥാന അവകാശങ്ങളായി ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്കും പോലും നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭാവന നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തത്വങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അംബേദ്കറിനും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കും പൂർണ്ണമായ പ്രസക്തി എല്ലാ കാലവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അംബേദ്കർ നമ്മുടെ നാടിന് ഒരു ഭരണഘടന നൽകുന്ന സമയത്ത്
ആ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അല്ലെങ്കിൽ ആ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില തോട്ട് പ്രോസസ്സുകളുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കരുത്തുള്ള ഒരു ഭരണ നേതൃത്വം കുറേയധികം കാലം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ പല വിഷയങ്ങളെപ്പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ആർട്ടിക്കിൾ 14-ലും 15-ലും 16-ലും 17-ലും ഒക്കെ പറയുന്ന അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങൾ, ആർട്ടിക്കിൾ 21-ൽ പറയുന്ന ഒരു മൃതശരീരത്തിന് പോലുമുള്ള അന്തസ്സോടുകൂടി ഇരിക്കുക എന്നുള്ള അവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുമ്പോൾ പോലും അവിടെ ഉണ്ടായിരുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പൗരന്മാർ തമ്മിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ജാതി കൊണ്ടോ, നിങ്ങളുടെ ജനിച്ച നാടുകൊണ്ടോ, നിങ്ങളുടെ വർണ്ണം കൊണ്ടോ, നിങ്ങളുടെ വർഗം കൊണ്ടോ ഒന്നും തന്നെ രണ്ട് പൗരന്മാരെ വിവേചിച്ച് കാണാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. പക്ഷേ ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാവുന്ന രീതിയിലത്തേക്ക് നമ്മൾ സാമൂഹ്യമായ പിന്നാക്കാവസ്ഥയെ തരണം ചെയ്യുന്നതിനും ആൾക്കാരെ മുൻധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായിട്ട് സംവരണത്തിനെ ഏർപ്പെടുത്തുകയും ചെയ്തു. പലരും പറയാറുണ്ട് അത് ഇതിന് വിരുദ്ധമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. ചരിത്രപരമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നു. പക്ഷേ അതിന് പോലും ഒരു സൺസെറ്റ് ക്ലോസ് അവിടെ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. എത്ര കാലം കഴിയുമ്പോഴേക്ക് ഇവർ മുൻധാരയിലേക്ക് എത്തി എന്നതിനെപ്പറ്റി നമ്മൾ അസസ് ചെയ്യണം. അല്ലാതെ ഇതൊരിക്കലും നമുക്കുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംവരണം വഴിയൊക്കെ കിട്ടുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ടുള്ള അവകാശമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഏതൊരു സമയത്താണ് ഈ ആൾക്കാരെല്ലാവരും തന്നെ മുൻധാരയുടെ ഭാഗമാകുന്നത് എന്നതിനെപ്പറ്റി ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിർവചിക്കാനായിട്ട് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു ന്യൂനതയാണ്. അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അത് ഏതെങ്കിലും ഒരു സർക്കാരിന് മാത്രമുള്ളതല്ല. അത് ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യയുടെ എല്ലാ പ്രധാനമന്ത്രിമാരും ഒരേപോലെ ഷെയർ ചെയ്യുന്ന, ഷോറപ്പ് ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ഭരണഘടനാപരമായിട്ടുള്ള തുല്യത പറയുമ്പോൾ പോലും ആ തുല്യത ക്രിമിനൽ നിയമങ്ങളിലും ഉണ്ടാകണം, സിവിൽ നിയമങ്ങളിലും ഉണ്ടാകണം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ക്രിമിനൽ നിയമങ്ങൾക്ക് ഒരു ഏകീകൃത സ്വഭാവമുണ്ട് എങ്കിലും സിവിൽ നിയമങ്ങൾ പലപ്പോഴും നിങ്ങൾ ജനിക്കുന്ന, നിങ്ങളുടെ ജന്മം ഏത് മതത്തിലാണോ ആ മതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലും അംബേദ്കറിന് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു നിയമങ്ങളെല്ലാം തന്നെ ഏകീകരിക്കുന്നതിനായിട്ട് ഒരു ഹിന്ദു കോഡിഫൈ ചെയ്തതിന് ശേഷം ബില്ലുണ്ടാകുന്നു. പക്ഷേ ഇതര മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഉണ്ടാകുന്നുമില്ല. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പൗരത്വവുമായി ബന്ധപ്പെട്ട്, പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ പൗരത്വ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള നിരീക്ഷണം അംബേദ്കറിനുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ അകപ്പെട്ടുപോയ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകേണ്ടതാണ്, അവരെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്ന് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. പക്ഷേ അതിനെയും അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു ഭരണകൂടം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ന്യൂനതയുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ അംബേദ്കർ മുൻപേ തന്നെ വിഭാവനം ചെയ്തിരുന്ന നിരവധി കാര്യങ്ങളെ ഭരണപരമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ന്യൂനതയുണ്ട്. ഇനി ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എങ്കിൽ അംബേദ്കറിനൊപ്പം നിൽക്കുന്ന ആൾക്കാർ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കാശ്മീരിന് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം ആർട്ടിക്കിൾ 370യുടെ അബ്രോഗേഷൻ വരുന്ന സമയത്താണ് പൂർണ്ണമായും കാശ്മീർ ഇന്ത്യയിലേക്ക് ഇൻ്റഗ്രേറ്റഡ് ആയി എന്ന് പറയാവുന്നത്. അതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള നറേറ്റീവുകളുണ്ട്. ഇപ്പോൾ BJP നേതാക്കന്മാർ പറയുന്ന ചില നറേറ്റീവുകളുണ്ട്, RSS നേതാക്കന്മാരൊക്കെ പറയുന്ന ചില നറേറ്റീവുകളുണ്ട്. അതൊക്കെ കേവലം നറേറ്റീവുകൾ മാത്രമാണ്. കാരണം ആ പറയുന്ന പല കാര്യങ്ങൾക്കും ചരിത്രപരമായിട്ടുള്ള ഒരു ബാക്കിംഗ് ഇല്ല. നമുക്കൊരു ഓതൻറ്റിക് സോഴ്സിൽ വന്നിരിക്കുന്നതാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യമില്ല. അതായത് അംബേദ്കർ ആദ്യം ഈ കാശ്മീരിലെ സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370യുടെ രൂപീകരണത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു, അതിന് താല്പര്യം അദ്ദേഹത്തിനില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷമാണ് പിന്നീട് ഗോപാലസ്വാമി അയ്യങ്കാരെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത്.
അതുകൊണ്ട് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകുന്നതിന് അംബേദ്കറിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം BJP നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. ചരിത്രപരമായിട്ട് ഒരുപക്ഷെ അതിന് വലിയ ബാക്കിംഗ് ഇല്ല എന്നുള്ളതൊരു വസ്തുതയുമാണ്. പക്ഷേ റിയാലിറ്റി ഈസ് അംബേദ്കർ അല്ല കാശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്ന നിയമം ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകളുടെ തുടക്കത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഗോപാലസ്വാമി അയ്യങ്കാർ തന്നെയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഭൂവിഭാഗത്തിന് ഗോത്രപരമായ സവിശേഷതകൾ അവകാശപ്പെടാനില്ല എങ്കിൽ സ്പെഷ്യൽ റൈറ്റ്സ് പാടില്ല എന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നയാളാണ് അംബേദ്കർ. ജാതീയമായിട്ടാണെങ്കിലും കാസ്റ്റിനെ അനിഹിലേറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. അപ്പോൾ പിന്നീട് ഒരു കാലത്ത് പുതിയ നിയമ ഭേദഗതികൾ ഉണ്ടാകുന്നു. ആ ഭേദഗതികളുടെ ഭാഗമായിട്ട് കാശ്മീരിനുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാതെയാവുകയും പൂർണ്ണമായി ഇന്ത്യൻ യൂണിയനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്ന ആൾക്കാരിൽ അംബേദ്കറിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിപ്പോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒന്ന്. രണ്ട്, പൗരത്വ ഭേദഗതി നിയമം ഇവിടെ ഉണ്ടായി. അതും ഒരു പരിഷ്കരണമാണ്. ആ പരിഷ്കരണം ഉണ്ടാകുന്ന സമയത്തും അംബേദ്കർ പണ്ട് എങ്ങനെയാണോ ഒരു ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷനെ പറ്റി പറഞ്ഞിരുന്നത്, എങ്ങനെയാണോ പീഡനം അനുഭവിക്കുന്ന ആൾക്കാരെ നമ്മൾ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്, അതിനു വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും സ്വീകരിക്കുന്ന ആൾക്കാരിൽ ഇന്ന് കേരളത്തിലടക്കം ഞങ്ങൾ അംബേദ്കറിസ്റ്റുകളാണ് എന്ന് പറയുന്ന ചില ആൾക്കാരെങ്കിലും അതിൻ്റെ മുന്നണിയിലുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ക്രിമിനൽ നിയമങ്ങൾ മാത്രമല്ല സിവിൽ നിയമങ്ങളും ഏകോപിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായി അംബേദ്കർ കൂടി വിഭാവനം ചെയ്തിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് ചർച്ച വരുന്ന സമയത്തും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അംബേദ്കർ പക്ഷം നിൽക്കുന്ന എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാരെങ്കിലും അതിനെ എതിർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഗാന്ധിയന്മാരായിട്ടുള്ള നിരവധി ആൾക്കാരോടൊപ്പം സംവാദത്തിലിരിക്കുന്ന സമയത്ത് അവരുടെ വ്യൂസൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പല ഗാന്ധിയന്മാരും ഗാന്ധിയെക്കുറിച്ച് ഏറ്റവും കുറവ് മാത്രം വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർ പറയുന്ന ചില കോൺസെപ്റ്റുകൾക്ക് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് റെഫറൻസ് തരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പലർക്കും ഇല്ല. അതേപോലെ തന്നെ ഗാന്ധിയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സോഷ്യൽ ക്രിട്ടിക്കായിരുന്ന അംബേദ്കർ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ആ രീതിയിലത്തേക്കൊക്കെ തന്നെ പെരുമാറുന്നുണ്ട് എന്നുള്ളത് നിരന്തരം അങ്ങനെയുള്ള ചില ആൾക്കാരുമായി സംവാദങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് തോന്നിയിട്ടുള്ളതാണ്. ഈ ഒരു കോൺസെപ്റ്റിൽ ഭാരതീയ ന്യായ സംഹിതയെ നമ്മൾ നോക്കിയാൽ നിശ്ചയമായും എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടാൾക്കാരും പറയുന്ന എല്ലാ പോയിന്റുകളോടും ഒപ്പം നിൽക്കുന്നയാളാണ് ഞാൻ. കാരണം അംബേദ്കറിന് ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. അംബേദ്കറിനെ അങ്ങനെയാണെങ്കിൽ രണ്ട് രീതിയിൽ കാണണം. അംബേദ്കറിൻ്റെ വേൾഡ് വ്യൂ ഉണ്ട്. ആ വേൾഡ് വ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ, യൂണിഫോം സിവിൽ കോഡ് തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത് അനിഹിലേറ്റ് ചെയ്യണം, പ്രാദേശികമായിട്ടുള്ള വാദങ്ങളെ അംഗീകരിക്കപ്പെടാൻ പാടില്ല അൺലെസ് അവിടെ സ്പെഷ്യൽ ട്രൈബ്സ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സ്റ്റാറ്റസ് പരിഗണിക്കാതെ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ദളിത് വിഭാഗത്തിലുള്ള നമ്മുടെ നാടിൻ്റെ മുഖ്യധാരയിലേക്ക് ഇന്നും എത്തിച്ചേർന്നിട്ടില്ലാത്ത ആൾക്കാർക്ക് കിട്ടേണ്ടുന്ന സൗകര്യങ്ങൾ അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക. ആ മുന്നിലേക്ക് കൊണ്ടുവരുന്നിടത്ത് പോലും ഒരുപക്ഷെ ഈ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്തായിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ചർച്ച ചെയ്ത ഒരു കോൺസെപ്റ്റ് ജാതി സെൻസസ് ആണ്. ജാതിയേ പാടില്ല എന്നാണ് അംബേദ്കർ വാദിച്ചിരുന്നത് എങ്കിൽ ജാതി സെൻസസിന് അനുകൂലമായി നിലപാടെടുക്കുന്ന നിരവധി ആൾക്കാരെയും ഇന്ന് അംബേദ്കർ പക്ഷത്ത് നമ്മൾ കാണുന്നുണ്ട്. എഗെയിൻ ഡിസ്ക്ലൈമർ, എല്ലാ ആൾക്കാരെയും അല്ല ഞാൻ പറയുന്നത്, ഒരുപക്ഷെ അംബേദ്കറിനെ പൂർണ്ണമായി മനസ്സിലാക്കാത്ത ആൾക്കാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിതയെ കേവലം അംബേദ്കറുടെ കണ്ണിൽ കൂടി മാത്രമാണോ കാണേണ്ടത്? അംബേദ്കറിൻ്റെ വേൾഡ് വ്യൂ അതിലേക്ക് കൊണ്ടുവരേണ്ടേ? ദളിത് വിഭാഗത്തിനുള്ള ഉന്നമനവുമായി ബന്ധപ്പെട്ട് അതിനെ കാണേണ്ടേ? തുടങ്ങിയ കാര്യങ്ങളെ കൂടി ചേർത്ത് പരിഗണിക്കണം. ഒപ്പം രണ്ടാമതൊന്നുകൂടി പറഞ്ഞതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാം. നമ്മുടെ നാട്ടിൽ സ്ത്രീകളെയും കുട്ടികളെയും ഒരേപോലെ തന്നെ പരിഗണിക്കുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റം ഇന്ന് വന്നിട്ട് ഏതാണ്ട് 40 വർഷമെങ്കിലുമായിട്ടുണ്ട്. സർക്കാരുകളുടെ ഭാഗമായിട്ട് കേരളത്തിലടക്കം മിനിസ്ട്രികളുടെ പേര് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലത്തേക്കാണ് മിനിസ്ട്രികൾക്ക്. കേന്ദ്ര സർക്കാർ തലത്തിൽ തന്നെ പണ്ട് എനിക്ക് തോന്നുന്നത് 1985 രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വരുന്നത്. പിന്നീട് അതൊരു
മന്ത്രിസഭ, അതിന് പ്രത്യേകമായിട്ട് ഒരു മന്ത്രാലയം ഉണ്ടാകുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ എന്തോ വിചിത്രമായ കാരണങ്ങളാൽ ഈ രണ്ടാൾക്കാരും ഒരേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിക്കുള്ള അവകാശം പോലെ തന്നെയാണ് ഒരു സ്ത്രീക്കുമുള്ള അവകാശം എന്ന നിലക്കൊക്കെ തന്നെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അല്ല. ഒരു പുരുഷനെ പോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ് സ്ത്രീയും, അല്ലെങ്കിൽ ഇനി മൂന്നാമത് ഒരു ജെൻഡറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എങ്കിലും ആ ഒരു കോൺസെപ്റ്റിൽ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്ന സെക്ഷൽ ഒഫൻസസ് അത് കുറച്ചുകൂടി ജെൻഡർ ന്യൂട്രൽ ആയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നേരത്തെ ഒരുപക്ഷെ പ്രത്യേകമായ ലിംഗത്തിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ട്, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിലുള്ള മൈനോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ നിരന്തരമായി പല സംസ്ഥാനങ്ങളിലും കേരളത്തിലടക്കം വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അധപ്പതനം, അതിൻ്റെ ഭാഗമായിട്ടുള്ള മോബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ആൾക്കൂട്ട വിചാരണ, ആൾക്കൂട്ട കൊലപാതകം. നമ്മുടെ മധുവിൻ്റെ ഉദാഹരണവും പിന്നീട് അതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന മാഞ്ചി എന്നൊക്കെ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കാര്യത്തിലൊക്കെ തന്നെ നമ്മളത് കേരളത്തിൽ പോലും കണ്ടതാണ്. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെ പ്രത്യേകമായി പരിഗണിക്കുന്ന രീതിയിലത്തേക്ക് പുതിയൊരു കോഡിഫിക്കേഷൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്കും നേരത്തെ പറഞ്ഞതുപോലെ ജെൻഡറിനെ തന്നെ പ്രത്യേകം പരിഗണിക്കാതെ എല്ലാവർക്കും ഏതൊരു പോലീസ് സ്റ്റേഷനിലും നമുക്ക് പോയിട്ട് FIR ഫയൽ ചെയ്യാമെന്ന രീതിയിലത്തേക്കുള്ളൊരു 0 FIR കോൺസെപ്റ്റ് ഉണ്ട്. ആധുനിക കാലത്തിന് ചേർന്ന് നിൽക്കുന്ന രീതിയിലത്തേക്ക് ഡിജിറ്റൽ എവിഡൻസുകളുടെ പ്രാധാന്യം കൂടുതലായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ സിംഗിൾ പോയിന്റ് ഈസ്, കാലോചിതമായ പരിഷ്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും, അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ എവിഡൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ പോലും അംബേദ്കറിൻ്റെ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നല്ല ഇന്ത്യൻ സമൂഹത്തിൽ ഒരു കാലവും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നത്, എല്ലാ കാലത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പുതിയൊരു കോഡ് അല്ലെങ്കിൽ പുതിയൊരു ലോ കോഡിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും മാറുന്ന കാലത്തെ അംബേദ്കറിൻ്റെ പ്രസക്തി എന്ന രീതിയിലത്തേക്കുള്ള നിരവധി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. 10 വർഷത്തിന് മുമ്പുണ്ടായിട്ടുണ്ട്, 20 വർഷത്തിന് മുമ്പുണ്ടായിട്ടുണ്ട്, 30 വർഷത്തിന് മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന് ആർക്കാണ് തോന്നുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ട്രൂത്ത് ഈസ്, അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഓപ്പണിംഗ് റിമാർക്ക്. നന്ദി. ഹലോ, ഭാരതീയ ന്യായ സംഹിതയെ കുറിച്ച് അല്ലെങ്കിൽ മാറ്റം വന്നിട്ടുള്ള ന്യായ സംഹിതകളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരം ആണ് ലോസിനെ ഇന്ത്യനൈസ് ചെയ്യാനാണ്, അതിനെ ഭാരതവൽക്കരിക്കാനാണ് ഈ ഒരു ചേഞ്ച് വന്നതെന്ന്. ഇതിൽ 2 കാര്യം പറയാനുണ്ട്. ഞാൻ ഹിസ്റ്ററി ഓഫ് ലോ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഇപ്പോൾ ജെൻഡർ ഹിസ്റ്ററി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റേപ്പ് ലോസും ക്രിമിനൽ ലോസ് അബൌട്ട് വിമനൊക്കെ ചെയ്യേണ്ടി വരും, അത് ഒന്ന് വായിക്കേണ്ടി വരും. ഇപ്പോൾ ബ്രൂണോ ഡേഗൻസിനെ പോലെയും ഡൊണാൾഡ് ഡേവിസിനെയും പോലെയുള്ള ജൂറിസ് പ്രൂഡൻസിൻ്റെ ചരിത്രകാർ വളരെ കൃത്യമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ IPC എടുത്ത് നോക്കിയാലും CRPSC എടുത്ത് നോക്കിയാലും അത് എത്ര കൊളോണിയലായിരുന്നോ അത്രയും തന്നെ ബ്രാഹ്മണികമായിരുന്നു എന്നുള്ളത്. കാരണം ഇവിടെ ബ്രിട്ടീഷുകാർ വന്നു, അതിന് മുമ്പേ പോർച്ചുഗീസ് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഈ സമയത്തെല്ലാം തന്നെ ഇവിടെ നിയമനിർമ്മാണത്തിന് വേണ്ടി ഇവർ ആദ്യമായിട്ട് സീക്ക് ഔട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റീനെയാണ്. അതിന് റെക്കോർഡ്സ് ഉണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ കറസ്പോണ്ടൻസ്. നിങ്ങൾ ബ്രിട്ടീഷ് ആർക്കൈവ്സിലോ വേണ്ട നാഷണൽ ആർക്കൈവ്സിലൂടെ പോയാൽ പോലും നിങ്ങൾക്ക് ഇത് കിട്ടും. ഏത് നിയമം വെച്ചിട്ടാണ് ഇവിടെ അവർ നിയമങ്ങൾ ഉണ്ടാക്കിയത്, അതായത് നമ്മളെ കൊളോണിയലൈസ് ചെയ്ത മനുഷ്യർ നിയമങ്ങൾ ഉണ്ടാക്കിയത്. ഇവിടെ ഉണ്ടായിരുന്ന ലോ കോഡ്സിനെ അവർ റെഫർ ചെയ്തിട്ട് തന്നെയാണ്. അവർ തിന്നെയറിൽ നിന്ന് നിയമം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ലോ അതുപോലെ ഇവിടെ ജക്സ്റ്റപോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ പരത്തുകയോ ഒന്നും അല്ല ചെയ്തത്. ഇവിടെ നേരത്തെ നിലനിന്ന മനുസ്മൃതി ഉൾപ്പെടെ യജ്ഞവൽക്ക സ്മൃതി ഉൾപ്പെടെ ഇവൻ വേദങ്ങൾ വരെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർ ലോ ഉണ്ടാക്കുന്നത്. സോ എത്ര കൊളോണിയൽ ആയിരുന്നോ അത്രയും തന്നെ ബ്രാഹ്മണികമായിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു ഇവിടെ നിലനിന്നിട്ടുള്ളത്. ഇതിനെ ഇന്ത്യനൈസ് അല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊളോണിയൽ എന്ന് നമുക്ക് ഇപ്പോഴുള്ള മെജോറിറ്റേറിയൻ വ്യൂ പോയിന്റിൽ കൊളോണിയൽ എന്ന് തോന്നുന്ന ചില പദങ്ങളെ മാറ്റി വെക്കുകയും ചില ഒഫൻസസിന് കുറച്ചും കൂടെ ശിക്ഷ വിധിക്കുകയും പിന്നെ സൈബർ ക്രൈം പോലെയുള്ള ചില കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്യും. 22ഓളം വകുപ്പുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് ആകെ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2.24% ചേഞ്ചാണ് വന്നിട്ടുള്ളത്. അതിൽ എന്ത് ഇന്ത്യൻ വൽക്കരണമാണ് നടന്നിട്ടുള്ളതെന്ന് ഇവരോട് ചോദിച്ചാൽ ആൻസറേ കാണില്ല എന്നാണ്. കാരണം ഇന്ത്യൻ എന്നുള്ളത് എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമ്മളിതിൻ്റെ ടൈറ്റിൽ വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡ നിയമങ്ങൾ അനുസരിച്ചാണോ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് പോലുള്ള പ്രദേശങ്ങളിലുള്ള മുണ്ടാ നിയമം അനുസരിച്ചാണോ ഇവർ മാറ്റിയത്? ഇത് ഡെഫിനറ്റ്ലി നോക്കുകയാണെങ്കിൽ തിരിച്ച് എന്താണ് സാൻസ്ക്രിറ്റിക് കോഡ്സിൽ ഉണ്ടായിരുന്ന ജൂറിസ്പ്രൂഡൻസിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, അതിനകത്തുള്ള ടെർമിനോളജിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇവിടെ ഓൾറെഡി ഡോക്ടർ രേഖാരാജ് പറഞ്ഞു കഴിഞ്ഞു. സ്ത്രീയെക്കുറിച്ചുള്ള ഒഫൻസസ് എഗെയിൻസ്റ്റ് വിമൻ എന്നുള്ള ആ ഒരു സെക്ഷൻ എടുത്തു നോക്കിയാൽ തന്നെ ഇത് നമുക്ക് വളരെ വ്യക്തമാകുന്നതാണ്. അതിലൊരു എനിക്ക് വളരെ അമ്യൂസിങ്ങും അതേപോലെ ട്രിഗറിങ്ങും ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ നമ്പർ 84, ഒഫൻസസ് എഗെയിൻസ്റ്റ് വിമൻ. നിങ്ങൾക്ക് ഇതിപ്പോൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിയുകയോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സംശയമുള്ളതോ ആയിട്ട് ഉള്ള ഒരാൾ ആ സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ന രീതിക്കുള്ള എനിക്ക് 5 വർഷമോ 7 വർഷമോ ഉള്ള എന്താണ് പണിഷ്മെൻ്റ് അയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത്. അതായത് ഒരു സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്യുന്നതല്ല, ആ സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ പ്രോപ്പർട്ടിയാണ്. ആൻഡ് അവെയർനെസ് ഉണ്ട്, ആ സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണ്, വിച്ച് മീൻസ് മറ്റൊരാളുടെ പ്രോപ്പർട്ടി ആണെന്ന് അവെയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്യുകയോ ആ സ്ത്രീ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ കുറ്റം. ഇതൊരിക്കലും വരുന്നത് ഒരു വെസ്റ്റേൺ ജൂറിസ്പ്രൂഡൻസിൽ നിന്നല്ല. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രേസ് ബാക്ക് ചെയ്യണമെങ്കിൽ യജ്ഞവൽക്യ സ്മൃതിയിൽ നിന്നാണ് വരുന്നത്. യജ്ഞവൽക്യ സ്മൃതിയിൽ പറയുന്നുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ പോത്തിനെയോ സ്ത്രീയെയോ എന്താണ് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന ബാല്യക്കാരനെയോ പിടിച്ചോണ്ട് പോകുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങൾക്ക് ഫൈൻ തരേണ്ട വരും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് വരുന്നത് മനുസ്മൃതിയിൽ നിന്നാണ്, ഇതിൻ്റെ ലോജിക്ക് വരുന്നത് ബൃഹസ്പതി സ്മൃതിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഡീകോളനൈസേഷൻ, അപകോളനിവൽക്കരണം അല്ല ഇവിടെ നടന്നിട്ടുള്ളതെന്ന് അടിവരയിട്ട് പറയേണ്ട വലിയ ആവശ്യമുണ്ട്. ഒന്നത്. 2, നിരന്തരമായിട്ട് അംബേദ്കറിനെ കുറിച്ച് പറയുകയും അംബേദ്കറിൻ്റെ ഐഡിയാസ് ഒന്നും തന്നെ മനസ്സിലാക്കുകയോ എംബ്രേസ് ചെയ്യാൻ കഴിയില്ല. വേദബ്രാഹ്മണ്യ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും അംബേദ്കറിനെ എംബ്രേസ് ചെയ്യാൻ കഴിയില്ല. കാരണം അതിന് എത്രയോ കാലം മുമ്പോട്ട് നടന്ന് ആൻറ്റി ഓപ്പറേഷൻ ആയിട്ടുള്ള തിയറി മേക്കിങ്ങിൽ, അത് അംബേദ്കറിൻ്റെ പ്രസക്തി നിയമത്തിൽ മാത്രമല്ല, അംബേദ്കറിൻ്റെ പ്രസക്തി ഈ ലോകത്തെ ഒപ്രഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രസക്തമായിട്ട് തന്നെ ഇരിക്കും. അത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യവുമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഈ ആൻറ്റി ഒപ്രഷൻ ലോജിക്ക് പറഞ്ഞു നിന്ന അംബേദ്കറിനെ വളരെ ഉപരിപ്ലവമായിട്ട് മാത്രം എംബ്രേസ് ചെയ്യും. അതായത് പല പരിപാടികളിലും അംബേദ്കറിൻ്റെ പടം വെക്കുകയും അംബേദ്കറിൻ്റെ മുമ്പിൽ നിലവിളക്ക് വെക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലാതെ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യും. അംബേദ്കർ പറഞ്ഞതിനെല്ലാം മിസ്കോണ്ടെക്ച്വലൈസ് ചെയ്യാനും അതിനെ ദുർവ്യാഖ്യാനിക്കാനുമുള്ള അതിന് വല്ല PhD ഉണ്ടായിരുന്നെങ്കിൽ ആ PhD വളരെ കൃത്യമായിട്ട് നമ്മുടെ സാഫ്രൻ സഹോദരങ്ങൾക്ക് കിട്ടുമായിരുന്നു. അതിൽ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അംബേദ്കർ വീണ്ടും വാട്ട് ഗാന്ധി ആൻഡ് കോൺഗ്രസ് ഹസ് ഡൺ ടു ദലിത്സ് എന്നല്ലെങ്കിൽ ഡൺ ടു അസ് എന്നുള്ളതിൽ, അസ്പൃശ്യർ എന്നുള്ളതിലൊക്കെ അംബേദ്കർ വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മൈനോറിറ്റീസിനെ സംരക്ഷിക്കുന്നതാണ് ഡെമോക്രസിയുടെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യമെന്ന് അംബേദ്കർ അടിവരയിട്ട് പറയുന്നുള്ള കാര്യമാണ്. ഇതുപോലെ അംബേദ്കർ പറയുന്ന ഒരു കാര്യമാണ്, ഒരു സ്റ്റേറ്റിൽ ഒരു ജുഡീഷ്യറി നിലനിൽക്കേണ്ടത്. റിപ്പീറ്റ്, ഒരു സ്റ്റേറ്റിൽ, ഒരു മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ ഒരു ജുഡീഷ്യറി നിലനിൽക്കേണ്ടത് സ്കാറ്റേർഡ് ആയിട്ടുള്ളതും മൈനോറിറ്റിയുമായിട്ടുള്ള മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അംബേദ്കർ നമുക്കെല്ലാം ഒരുപാട് കാലം മുമ്പേ നടന്ന മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹം 1936 തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ അനൈലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ കറസ്പോണ്ടൻസുകളിൽ നിങ്ങൾക്കിത് നോക്കിയാൽ അത് കിട്ടും. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് പബ്ലിക് മൊറാലിറ്റിയെക്കാളും വലുത് എന്നുള്ളത്. അതായത് ഭരണകൂടത്തിന് അതിൻ്റേതായ ഒരു മൂല്യമുണ്ട്. ആ മൂല്യം മെജോറിറ്റേറിയൻ മൂല്യമായിട്ട് ഒരിക്കലും കൂപ്പുകുത്തരുത്. അത് മെജോറിറ്റേറിയൻ വ്യൂ ആയിട്ടുള്ള പൊതുബോധത്തിനും അപ്പുറമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോധമുണ്ട്. ആ ബോധത്തെ പിന്തുടരുന്നാണ് ഇവിടെ നിയമനിർമ്മാണം നടത്തേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് അംബേദ്കർ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പം മെജോറിറ്റേറിയൻ ലോ മേക്കിംഗ് ആണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. പൊതുബോധം പോലുമല്ല, മെജോറിറ്റി എന്താഗ്രഹിക്കുന്നോ അതിനെ നിയമമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, അതിനെ നിയമമായി മാറ്റിയെടുക്കുന്ന പ്രക്രിയ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ അംബേദ്കറിനെ ഇത് മനസ്സിലാക്കണം. അംബേദ്കറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, അംബേദ്കർ പറഞ്ഞിട്ടുള്ള
അംബേദ്കറിൻ്റെ റൈറ്റിങ്സിൽ തന്നെ കീ ആയിട്ടുള്ള അതിൻ്റെ ഫൾക്രമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ അംബേദ്കറിനെ വേറെ കോണ്ടെക്സ്റ്റിൽ കൊണ്ട് വെച്ച് വായിച്ചാൽ പലപ്പോഴും നമുക്ക് തോന്നും അംബേദ്കർ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ വരും. ഓട്ടോണമിയെക്കുറിച്ച് അംബേദ്കർ ഒറ്റ ജോഗ്രഫിയിൽ കിടക്കുന്നവർക്ക് മാത്രമാണ് ഓട്ടോണമി കൊടുക്കേണ്ടത്, എല്ലാ ഒപ്രസ്ഡ് പീപ്പിളിനും സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കണമെന്ന് എന്താ വിത്തൗട്ട് മിൻസിങ് ഹിസ് വേർഡ്സ് പറഞ്ഞ ഒരാളാണ് അംബേദ്കർ. നിങ്ങൾ നിരന്തരമായിട്ട് അംബേദ്കറിനെ കോണ്ടെക്സ്ച്വലൈസ് ചെയ്ത് വായിച്ചാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അംബേദ്കറിനെ അവിടെ ഇവിടെ നിന്ന് ചെറിയ പിക്ക് ചെയ്താലോ അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ അവിടെ ഇവിടെ നിന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ശകലങ്ങൾ വായിച്ചാലോ നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല. അംബേദ്കറിനെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അനഹിലേഷൻ ഓഫ് കാസ്റ്റ് തുടങ്ങണം. അനഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി ഉന്മൂലനം ചെയ്യണം. അത് പറയുന്നത് എന്താണ്, ഇവിടെ ജാതി ഇല്ലായ്മയിലേക്ക് എത്തുന്നതിന് നമുക്കൊരു നിയമം വേണമെന്ന് പറയുന്നതിനേക്കാളും ഇത്രയും ഇത്രയധികം അംബേദ്കറിനെ എങ്ങനെ നമുക്ക് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അനഹിലേഷൻ ഓഫ് കാസ്റ്റിൽ വളരെ കൃത്യമായിട്ട് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദി അബ്സേർഡിറ്റി ഓഫ് കാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കാസ്റ്റിനെ നിർത്തണം എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ സൊല്യൂഷനായിട്ട് അംബേദ്കർ പറയുന്നത് ഇവിടെ ഇൻ്റർകാസ്റ്റ് മാരേജുകൾ നടക്കണമെന്നാണ്. എന്നാൽ കൺവേർഷനെതിരെ ലോ ഉണ്ടാക്കുന്ന ഇൻ്റർകാസ്റ്റ് മാരേജുകൾ തടയുന്ന ഇൻ്റർകാസ്റ്റ് മാരേജുകൾ നടക്കുമ്പോൾ അവരുടെ ഓണർ കില്ലിങ്സ് വരുന്ന വ്യക്തികളുടെ പൂമാല പഞ്ചായത്ത് മനുഷ്യരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യരിൽ നിന്ന് പറയുകയാണ് അതെ നമുക്ക് ജാതി ഉന്മൂലനം തന്നെയാണ് ആവശ്യമെന്ന് പറയുമ്പോൾ ഇത് എത്ര ഉപരിപ്ലവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഉപരിപ്ലവം മാത്രമല്ല, ഇത് സെൽഫ് കോൺട്രഡിക്ടറി ആണെന്നും കൂടെ മനസ്സിലാക്കണം. ഇനി നിരന്തരമായിട്ട് ഭഗത് സിംഗിനെ കാവ്യവൽക്കരിക്കും, അയ്യൻകാളിയെ കുറി തൊട്ട് കാവ്യവൽക്കരിക്കും. ഇനി എന്തിനാ അസുര കിങ്ങായിട്ടുള്ള മഹാബലിയെ പോലും കാവ്യവൽക്കരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ വന്നു നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് ഞാൻ ഇത് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. അംബേദ്കറിനെ വായിക്കാത്ത അംബേദ്കറൈറ്റ്സിനെ കുറിച്ച് ഇവിടെ എൻ്റെ കോ സ്പീക്കറായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ പറയുന്നു. അംബേദ്കറിനെ വായിക്കാത്ത അംബേദ്കറൈറ്റ്സിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അംബേദ്കറിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞങ്ങളൊരു ജ്ഞാന സമൂഹം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അംബേദ്കറിനെയും ഭൂലെയൊക്കെ വായിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് വരുന്നത്. അംബേദ്കറിൻ്റെ വായനയിലൂടെ അവയർനെസ്സിലെത്തിയ ഒരു ജനതയാണ് ഞങ്ങളെന്നും കൂടെ മനസ്സിലാക്കണം. ഞാൻ തൊട്ട് മുമ്പേ, അതായത് ഒരു അരമണിക്കൂർ മുമ്പേ വേറെ ഒരു വേദിയിൽ ഈ സുഹൃത്ത് തന്നെ ഇരുന്ന് റിസർവേഷൻ എഫിഷ്യൻസിയെ കുറയ്ക്കുന്നു എന്നുള്ള വാദങ്ങൾ പറഞ്ഞത് അവിടെ ഇരുന്ന് കേട്ട ഒരു ദളിത് ബഹുജന സ്ത്രീയും കൂടെയാണ് ഞാൻ. അത് കുറച്ച് കഴിഞ്ഞപ്പം ഇദ്ദേഹം മാത്രമല്ല വേറെ രണ്ട് മനുഷ്യർ ഒരുമിച്ച് നിന്ന് ഇവിടെ റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യമില്ല ഒരു രാഷ്ട്രീയ നേതാവ്, എനിക്കതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ല. പലപ്പോഴും നമ്മൾ ജാതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അംബേദ്കറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ചൂഷണത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിനെ മതത്തിലേക്ക് തിരിച്ചുവിടാൻ ഇതൊരു വലിയ ട്രിക്കാണ്. ഇത് നിരന്തരമായിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രിക്കാണെന്ന് MSS പാണ്ഡ്യൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് എപ്പം ഒരു ജാതി കൊലപാതകം നടക്കുന്നു അല്ലെങ്കിൽ എപ്പം ഒരു ജാതി ഇഷ്യൂ ഉയർന്നു വരുന്നു അതിനെ എപ്പോഴും കമ്മ്യൂണൽ ആംഗിളിലേക്ക് മാറ്റി ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള ശ്രമം ഇന്നലെ തുടങ്ങിയത്. ഇത് ഏകദേശം 16-ാം നൂറ്റാണ്ട് തൊട്ടുള്ള ക്രോണിക്കിൾസിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് എൻ്റർ ചെയ്യില്ല. പക്ഷെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജാതി സെൻസസിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ് ഇതിൽ സംസാരിച്ച രണ്ടുപേരെത്തിയ കൺക്ലൂഷൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന ജാതിയിൽ നിന്നുള്ള മനുഷ്യരെ റെപ്രസെൻ്റ് ചെയ്യണമെന്നില്ല. അതായത് കാസ്റ്റ് അവെയർ ആയിട്ടുള്ള കാസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യർ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല, ചൂഷക ജാതികളിൽ നിന്നുള്ള മനുഷ്യർക്ക് വേണമെങ്കിൽ ചൂഷിത ജാതിയിലുള്ള മനുഷ്യരെ റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ള ആ എക്സ്റ്റെൻഡിലേക്ക് ഒരു പൊതുവേദിയിൽ നിന്ന് പറയുകയും അത് കേട്ടോണ്ടിരിക്കാൻ ഞങ്ങളെല്ലാം അതായത് ചൂഷക ജാതിയിൽ നിന്നുള്ള മനുഷ്യർക്ക് ചൂഷിത ജാതിയിൽ നിന്നുള്ള മനുഷ്യരെ റെപ്രസെൻ്റ് ചെയ്യാമെന്നുള്ള കർത്തൃത്വ മനോഭാവം 2 പ്രാവശ്യം കേൾക്കേണ്ടി വന്ന ഗതികേട് ഉണ്ടായ ഒരു ദളിത് ബഹുജന സ്ത്രീയാണ് ഞാൻ. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ വന്നിരുന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതായത് BR അംബേദ്കർ പറഞ്ഞതുപോലെ ജാതി ഉന്മൂലനമാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നതെന്ന് പറയുകയും റെപ്രസെൻറ്റേഷൻ എന്ന മിനിമം ലോജിക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ സ്ത്രീകളില്ലാത്തത്? ഇപ്പോഴും 20% താഴെ കർത്തൃത്വ മനോഭാവമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ദളിത് മനുഷ്യർ ഇത്രയും ചെറുതാകുന്നത്? എന്തുകൊണ്ടാണ് റിസർവ്ഡ് കാറ്റഗറി സീറ്റ്സിൽ നിന്ന് മാത്രം ദളിത് മനുഷ്യർ എലക്റ്റഡ് ആയിട്ട് വരുന്നത്? അപ്പോൾ എന്ത് പറയും? മെറിറ്റ് വാദം പറയും. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അതൊരു ലോങ്ങർ ഡിബേറ്റ് ആയതുകൊണ്ട് അതിൽ എൻ്റർ ചെയ്യുന്നില്ല. മേ ബി സെക്കൻഡ് റൗണ്ടിൽ ഞാനത് പറയുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ഇരട്ടത്താപ്പിന്
അതായത് അംബേദ്കറിനെ കുറിച്ച് വായിക്കാതെ, അംബേദ്കറിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാകാതെ, അംബേദ്കറിൻ്റെ ആൻറ്റി ഓപ്പറേഷൻ എന്നുള്ള ക്രൂഷ്യലായിട്ടുള്ള കീ കോൺസെപ്റ്റിനെ മനസ്സിലാകാതെ, വേദബ്രാഹ്മണ്യത്തെ തള്ളിപ്പറയാതെ നമുക്ക് ഒരിക്കലും അംബേദ്കറുടെ പ്രസക്തി, അംബേദ്കർ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ആ ഇരട്ടത്താപ്പ് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. അതേപോലെ തന്നെ അംബേദ്കറിനെ പോലും ഇദ്ദേഹം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ വന്നപ്പോൾ പുതിയ കാല മനു എന്ന് വിളിച്ച് കളിയാക്കിയ ഒരു സെറ്റ് ഓഫ് മനുഷ്യരായിരുന്നു. അതിന് അംബേദ്കർ വളരെ നിശിതമായിട്ട് തിരിച്ച് പറയുന്നതും ഉണ്ടായിരുന്നു. അപ്പം ഇതിനെ എന്താണ് എനി ലോ കോഡ്, എനി കോൺസ്റ്റിറ്റ്യൂഷൻ, എനി ലീഗൽ ഫ്രെയിംവർക്ക് അത് മോഡേൺ പ്രോഗ്രസീവ് ആകണമെങ്കിൽ അംബേദ്കറിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതിനെ ഇന്ത്യനൈസ് ചെയ്യുന്നില്ല. ബിക്കോസ് ദർ ഇസ് നോ യൂണിഫോം ഇന്ത്യ. ഇന്ത്യയിലെ പല സ്ഥലത്ത് പല നിയമങ്ങളായിരുന്നു നിലനിന്നത്. ഇന്ത്യയിലെ മെജോറിറ്റിയുടെ നിയമങ്ങളും മൈനോറിറ്റിയുടെ നിയമങ്ങളും ഒരേപോലെ കാക്കപ്പെടുകയും ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി കാക്കപ്പെടുകയും ചെയ്യാൻ വേണ്ടി നിരന്തരമായിട്ട് പ്രയത്നിച്ച അംബേദ്കറിലേക്ക് തന്നെയാണ് നമ്മുടെ മടങ്ങിപ്പോക്കിൻ്റെ ആവശ്യം. താങ്ക് താങ്ക് യു. എൻ്റെ സുഹൃത്ത് മാളവിക അവിടെ പറഞ്ഞത്, ഞാൻ മുമ്പ് അപ്പുറത്ത് മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന ചില വാദങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്കുള്ള ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, അംബേദ്കറിസ്റ്റുകൾ അംബേദ്കറെ പൂർണ്ണമായും വായിക്കണം. അംബേദ്കറിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും മറ്റൊരാൾ പറയുന്നത് പൂർണ്ണമായും കേൾക്കണം. ഞാൻ അവിടെ പറഞ്ഞിരുന്നത്, എന്തുകൊണ്ട് ഇന്ത്യയിൽ ജാതി സെൻസസ് വേണ്ട എന്നതിനെപ്പറ്റി കോൺഗ്രസ്സിന് പണ്ട് മുതൽ തന്നെ ഒരു നിലപാടുണ്ടായിരുന്നുവെന്നും ആ നിലപാട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് എന്നും ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്നും രാജീവ് ഗാന്ധി ആവർത്തിച്ചിട്ടുണ്ട് എന്നുമാണ്. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. 1961 അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാർക്കും അയച്ചിരുന്ന ഒരു കത്ത്, ആ കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഭാഗത്തിനെയാണ് ഞാൻ ഉദ്ധരിച്ചത്. നിങ്ങൾ എതിർക്കുന്നത് എന്നെയല്ല, ജവഹർലാൽ നെഹ്റുവിനെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഐ ഡിസ്ലൈക്ക് എനി കൈൻഡ് ഓഫ് റിസർവേഷൻ, മോർ പർട്ടിക്കുലർലി ഇൻ സർവീസ്. ഐ റിയാക്ട് സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് എനിത്തിങ് വിച്ച് ലീഡ്സ് ടു ഇനെഫിഷ്യൻസി ആൻഡ് സെക്കൻഡ് റേറ്റ് സ്റ്റാൻഡേർഡ്സ്. ഈ ഇനെഫിഷ്യൻസി എന്ന പദമാണ് മാളവിക എനിക്ക് അട്രിബ്യൂട്ട് ചെയ്തത്. അത് മാളവിക എന്നിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പറയട്ടെ, ഞാൻ കേട്ടിരുന്നതല്ലേ. അത് മാളവിക എന്നിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ജവഹർലാൽ നെഹ്റുവിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ളത് സോഴ്സ് ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 2 വേറെയുണ്ട് കേട്ടോ. ഇന്ദിരാഗാന്ധിയുടെ, ഞാൻ അവിടെ പറയാത്ത കാര്യങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞിരിക്കുന്നത് നാ ജാത്ത് പർ നാ പാത്ത് പർ മോഹർ ലഗേഗി ഹാത്ത് പർ എന്നാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. ഇദ്ദേഹം ആ സെഷനിൽ പങ്കെടുത്തിരുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുടേതാണ് അടുത്ത പ്രസ്താവന. രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നത് നോ പ്രൊമോഷൻ ഓഫ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ. ഞാനിത് പറയുമ്പോൾ പോലും ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് രാജീവ് ഗാന്ധിയെ ഉദ്ധരിച്ചാൽ അത് വിവാദമാകും. പക്ഷേ രാജീവ് ഗാന്ധി അന്ന് അലോക് മേത്തയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറയുകയാണ്, ഞാനതിനെ എൻഡോഴ്സ് ചെയ്യുന്നില്ല, പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാട് ഇങ്ങനെ ആയിരുന്നുവെന്ന് ശബരിനാഥനോട് ഞാൻ പറഞ്ഞതാണ്. നോ പ്രൊമോഷൻ ഓഫ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ ആൻഡ് ദാറ്റ് പ്രൊമോട്ടിംഗ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ വുഡ് ഹാം ദി എൻറ്റയർ കൺട്രി. എൻ്റെ അഭിപ്രായമല്ല. അതുകൊണ്ട് അവിടെ ഇരുന്നിട്ടായാലും ഇവിടെ ഇരുന്നിട്ടായാലും അംബേദ്കറിനെ കുറിച്ച് എനിക്കൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. അത് അംബേദ്കറിനെ വായിച്ചിട്ടാണ്, അംബേദ്കറിനെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അംബേദ്കറിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ അംബേദ്കറിനെ വായിക്കുകയും വേണം, മറ്റുള്ള ആൾക്കാരെ വൃത്തിയായി കേൾക്കുകയും വേണം. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. യൂണിഫോം സിവിൽ കോഡ്, അംബേദ്കർ ഉദ്ദേശിച്ച യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇത് തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി, മലബാർ ബിരിയാണി എന്നിങ്ങനെ പല പേരുകളിൽ പറയുന്ന ബിരിയാണി പോലെയല്ല. ദർ ഈസ് ഓൺലി വൺ യൂണിഫോം സിവിൽ കോഡ്. നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള പൗരന്മാരുടെ സിവിൽ നിയമങ്ങൾ ഒന്നായിരിക്കണം. അംബേദ്കറിൻ്റെ ആഗ്രഹം അതായിരുന്നു. നിങ്ങൾക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്ന് പറയുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അംബേദ്കറുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമാണ് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഞാൻ ഒരിക്കലും ഇവിടെ മാളവിക അങ്ങനെ അഭിപ്രായപ്പെട്ടുവെന്നോ മറ്റേതെങ്കിലും ഒരു സുഹൃത്ത് അങ്ങനെ അഭിപ്രായപ്പെട്ടുവെന്നോ വ്യക്തിപരമായി ഒരു റെഫറൻസും ഇല്ലാതെ പറഞ്ഞതാണ്. മാളവിക മാത്രം അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഡിസ്ക്ലെയിമർ, 2 പ്രാവശ്യവും ഞാനത് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് നോക്കൂ. ഇൻ്റർ കാസ്റ്റ് മാരേജസ് 100%. ഞാൻ ഇൻ്റർ കാസ്റ്റ് മാരേജസിനെ എൻഡോഴ്സ് ചെയ്യുന്ന ആളാണ് 100%. ഇൻ്റർ കാസ്റ്റ് മാരേജസിനെ പറ്റി
കേരളത്തിലെ തന്നെ ഈ ചടങ്ങിൽ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, ഒരാളുമായി ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്, ഈ സോക്കോൾഡ് സവർണൻ സോക്കോൾഡ് അവർണനെ വിവാഹം കഴിക്കുമ്പോൾ മാത്രമല്ല ജാതി നോക്കുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന പിന്നാക്ക ജാതികൾ എന്ന് പറയുന്ന ജാതികളിലുള്ള ആൾക്കാർ അവരവരുടെ അതേ ജാതികളിലുള്ള ആൾക്കാരെയാണ് കല്യാണം കഴിക്കുന്നത്. അല്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? കുറവർ, പലയർ, പുലയർ, പറയർ, എന്തെല്ലാം വിഭാഗങ്ങളുണ്ട്. കുറവരുമായിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുന്നത്. കുറവരും പറയറുമായിട്ടല്ല, ഈഴവരും പുലയരുമായിട്ടല്ല സാധാരണ കല്യാണം കഴിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സോക്കോൾഡ് സോഷ്യൽ അനീതി, അക്രമം എന്ന് പറയുന്ന കാര്യം എല്ലാ വിഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കണമെങ്കിൽ സർക്കാർ നിങ്ങളോട് ജാതി എന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കരുത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കാലത്തിനേക്കാൾ കൂടുതൽ പ്രസക്തി ഇന്നാണ്. ഇന്ന് നിങ്ങൾ പിന്നാക്ക ജാതിയാണെന്ന് നിങ്ങളോട് പറയുന്നത് ആരാ? മനുസ്മൃതിക്കാരാ? നിങ്ങൾ ധരിക്കുന്നത് എന്താ? എല്ലാ ഹിന്ദുവിൻ്റെ വീട്ടിൽ മനുസ്മൃതി വെച്ച് പൂജിക്കുന്നതാണോ? ഈ കൂട്ടത്തിൽ മനുസ്മൃതി വായിച്ചിട്ടുള്ള എത്ര ഹിന്ദുക്കളുണ്ട്? കൈപൊക്കൂ. ചോദ്യം ചോദിക്കും ഞാൻ. നിങ്ങളിൽ ഹിന്ദുക്കളില്ലേ? നിങ്ങളിൽ എത്ര പേര് മനുസ്മൃതി കണ്ടിട്ടുണ്ട്? മനുസ്മൃതിയുടെ ഒരു പ്രിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇതാ ഇവിടെ ഒരാളാണ് കൈപൊക്കുന്നത്. ഞാൻ പറയുന്നത് ഈ മനുവാദത്തിൽ മനുസ്മൃതിയിൽ നിങ്ങൾ ഹിന്ദുക്കളെ തളച്ചിടേണ്ടതില്ല. ഏതെങ്കിലും ഒരു കാലത്തുണ്ടാകുന്നതിനാണ് സ്മൃതി, ആ കാലത്തെ നിയമമാണ്. ആ കാലത്തെ നിയമത്തിനെ അനുസരിച്ച് മറ്റൊരു കാലത്ത് നിന്ന് നിങ്ങൾക്ക് അടയാളപ്പെടുത്താനേ കഴിയില്ല. ഞാനൊരു കാര്യം ചോദിക്കാം. മുസ്ലിം സ്ത്രീകളുടെ ഉൾപ്പെടെയുള്ള വിവാഹപ്രായം 21 വയസ്സെന്ന് ഏകീകരിക്കുന്നു. മുമ്പ് എങ്ങനെയാ? പ്യൂബർട്ടി വരുന്ന സമയത്ത്, പ്യൂബർട്ടി 13 വയസ്സിലാണ് വരുന്നതെങ്കിൽ 13 വയസ്സിൽ വിവാഹപ്രായം, 18-ലാണെങ്കിൽ 18 വയസ്സിൽ വിവാഹപ്രായം. ഇനി അതല്ലാതെ പണ്ട് വിവാഹപ്രായം 18 ആയിരുന്ന സമയമുണ്ട്. 21 ആയതിനു ശേഷം 100 വർഷം കഴിഞ്ഞതിന് ശേഷം മനോരമ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് ശ്രീജിത്ത് പണിക്കർ എന്നൊരു വിദ്വാനുണ്ട്. ആ വിദ്വാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് 18-ാമത്തെ വയസ്സിലാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ നിയമം അതായിരുന്നു. ആ നിയമത്തിനെ മാറിയ കാലത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ് അതാണിന്ന് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് അനീതിയാണ്. ആ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളോ അന്നുണ്ടായിരുന്ന കാര്യങ്ങളോ അല്ല ഇന്നുള്ളത്. ഇന്നുള്ള ഏത് നിയമം, ഒരൊറ്റ നിയമം പോലും ഇന്ന് ഭാരതീയ ന്യായ സംഹിത ആയിക്കോട്ടെ, IPC-യിലായിരിക്കോട്ടെ, മനുസ്മൃതിയിൽ നിന്നോ യാജ്ഞവൽക്യ സ്മൃതിയിൽ നിന്നോ എടുത്തിരിക്കുന്നതല്ല. നിങ്ങൾ 84 എന്ന് പറയുന്ന BNS ക്ലോസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം പറയാതിരിക്കുന്നത് BNS ക്ലോസ് 137-ഉം 138-ഉമാണ്. എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി പറയാത്തത്? എന്തുകൊണ്ടാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിനെ പറ്റി പറയാത്തത്? എന്തുകൊണ്ടാണ് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകുന്നതിനെ പറ്റി പറയാത്തത്? ഇതിനാണ് പറയുന്നത് നമുക്കിഷ്ടമുള്ള സാധനത്തിനെ എടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിലത്തേക്ക് കാര്യം പറയുക എന്ന് പറയുന്ന നറേറ്റീവ്. ഈ നറേറ്റീവ് സൃഷ്ടിക്കലിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് താങ്കൾ കേട്ടിരിക്കുന്ന കാര്യം ശരിയായിട്ടല്ല കേട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പഴി എന്നിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്നതിന് നന്ദി. താങ്ക് യു ഓൾ. ചർച്ച ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. Q&A സെഷൻ അനുവദിക്കുന്നില്ല, കാരണം അടുത്ത സെഷനിലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ റെഡിയാണ്. Okay. ഞാൻ വൈകുന്നേരം വരെയെങ്കിലും ഇരിക്കാൻ തയ്യാറാണ്. ഓക്കെ ചെയ്യൂ. മൈക്ക് കൊടുക്കൂ പ്ലീസ്, മൈക്ക് കൊടുക്കൂ. അതെ, സമ്മതിച്ചു. നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകണം. വെയിറ്റ് ചെയ്യാണ് ആൾക്കാർ, അതുകൊണ്ടാണ്. ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബ് വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞത് ആൻറ്റി റിസർവേഷൻ സ്റ്റാൻഡാണോ അല്ലേ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇത് അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൃത്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാകും. ഇതിപ്പോൾ ജവഹർലാൽ നെഹ്റു എന്താണ് ദളിത് മനുഷ്യർക്ക് മെറിറ്റ് ഇല്ല എന്നും ഇൻഎഫിഷ്യൻസി ആണെന്ന് പറഞ്ഞാലും, അത് ഇന്ദിരാഗാന്ധി പറഞ്ഞാലും രാജീവ് ഗാന്ധി പറഞ്ഞാലും XYZ പറഞ്ഞാലും അത് തെറ്റാണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവൻ ആയിട്ടുള്ള സതീഷ് ദേശ്പാണ്ഡെയുടെ സ്റ്റഡി ഉണ്ട്. ഇന്ത്യൻ റെയിൽവേസിൽ റിസർവേഷൻ വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ പ്രൊഡക്ടിവിറ്റി കൂടിയിട്ട് മാത്രമേ ഉള്ളെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ ഇൻഎഫിഷ്യൻസിയെ പറയുന്നത്. നിങ്ങളിത് പോയി കാണാവുന്ന കാര്യമാണ്. താങ്ക്സ് ടു യൂട്യൂബ് ആൻഡ് ലൈവ് സ്ട്രീമിംഗ് നൗ. ആൻറ്റി റിസർവേഷൻ സ്റ്റാൻഡ് തന്നെയാണ് പറഞ്ഞത്, മെറിറ്റ് ഇല്ലാന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി ഈ ഡിബേറ്റ് കണ്ടിന്യൂ ചെയ്യണ്ട, നിങ്ങൾ പോയി കണ്ട് അഫേം ചെയ്താൽ മതി. ഒറ്റ മറുപടി മാത്രം. ഞാൻ അവിടെ സാമൂഹ്യമായിട്ടുള്ള സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ബേസ് ചെയ്തിട്ടുള്ള SC/ST റിസർവേഷനെ എതിർത്തിരിക്കുന്ന ഒരൊറ്റ ലൈൻ ഞാൻ അതിനകത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടാൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന പണി ചെയ്യും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. ഹലോ, ചോദ്യങ്ങൾ ചുരുക്കി സമാധാനം. ശ്രീജിത്ത് പണിക്കർ പറയുന്നു, പിന്നെ ഈ ജാതി നിർമൂലനമാണ് അംബേദ്കർ വിഭാവനം ചെയ്തിട്ടുള്ളത്. പക്ഷേ അംബേദ്കറേറ്റുകൾ
ജാതി സെൻസസിന് വേണ്ടി നിലകൊള്ളുന്നു. കറക്റ്റ് അല്ലേ? അല്ല, എല്ലാ ഞാൻ പറയുന്ന ഡിസ്ക്ലൈമർ താങ്കൾ ഒരു വിഭാഗം അംബേദ്കറേറ്റുകൾ അല്ലല്ല, ഞാൻ പറഞ്ഞത് ഒരു വിഭാഗം ആൾക്കാർ, ഞാൻ ഒറ്റയ്ക്ക് ഒരു വിഭാഗം ആൾക്കാർ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വിഭാഗം ആൾക്കാർ, എല്ലാവരെയും അല്ല എന്ന് 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഒരിക്കൽ കൂടി അംബേദ്കറൈറ്റ്സ് ദയവ് ചെയ്ത് പൂർണ്ണമായി കേൾക്കണം. അതെ, അപ്പൊ സാർ അംബേദ്കർ കൃത്യമായിട്ടൊന്ന് വായിക്കണം. ഇല്ല, ഞാൻ എനിക്കില്ലാത്ത വാദത്തിനെ കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്. ഞാൻ പറയാത്ത വാദം എന്റെ വായിൽ തിരികെ എന്നിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പറയാം. ചോദ്യം ചോദിക്കട്ടെ, തെറ്റല്ല, പറഞ്ഞതിന് പറയാം. അതായത് സാർ പറയുന്നത് ജാതി നിർമൂലനമായിരുന്നു അംബേദ്കർ വിഭാവനം ചെയ്തിട്ടുള്ളത്. അംബേദ്കറേറ്റുകൾ ഒരു വിഭാഗം അംബേദ്കറേറ്റുകൾ പിന്നെ എന്ത് ചെയ്യുന്നു? ജാതി സെൻസസിന് വേണ്ടി വാദിക്കുന്നു. എങ്ങനെയാണ് സാർ ജാതി നിർമൂലനം സാധ്യമാവാൻ അംബേദ്കർ കണ്ട വഴി? പ്രാഥമികമായിട്ടും അധികാരാവകാശങ്ങളിലെ പ്രാതിനിധ്യമാണ്. അധികാരാവകാശങ്ങളിൽ പ്രാതിനിധ്യം ഉണ്ടാവണമെങ്കിൽ റിസർവേഷൻ വേണം. ജാതി സെൻസസ് നടപ്പിലാക്കിയതിൽ മാത്രമേ ഈ രാജ്യത്ത് പ്രാതിനിധ്യം ഉണ്ടാവൂ. അങ്ങനെ പ്രാതിനിധ്യം ഉണ്ടാവുമ്പോൾ മാത്രമേ ഒരു മുഖ്യധാര സമൂഹമായിട്ട് മാറുകയുള്ളൂ. അങ്ങനെ അധികാരമുള്ളവനും തമ്മിലാണ് മിശ്രവിവാഹം നടക്കുക. അധികാരമില്ലാത്തവനും തമ്മിൽ എങ്ങനെ മിശ്രവിവാഹം നടക്കും? അപ്പൊ സാറ് ജാതി സെൻസസിനെ എതിർത്തുകൊണ്ട് ഇവിടെ ജാതി എല്ലാ കാലത്തും നിലനിർത്താനുള്ള സംഘപരിവാർ പക്ഷത്ത് നിന്നുകൊണ്ട് ആണ് സാർ സംസാരിക്കുന്നത്. പ്രസ്താവനയല്ല, ചോദ്യങ്ങൾ പ്രസ്താവനയല്ല. ജാതി എന്യൂമറേറ്റ് ചെയ്യാനായിട്ട് അംബേദ്കർ ആവശ്യപ്പെട്ടിരുന്നോ ചേട്ടാ? ജാതി എന്യൂമറേറ്റ് ചെയ്യണമെന്നും എല്ലാവർക്കും ജാതി അടിസ്ഥാനത്തിൽ റിസർവേഷൻ നൽകണമെന്നും അംബേദ്കർ പറഞ്ഞിരുന്നോ? യെസ് ഓർ നോ? ചേട്ടാ ഒരു മിനിറ്റ്. യെസ് ഓർ നോ? ഒരാൾ യെസ് ഓർ നോ? യെസ് ഓർ നോ? സാർ, ഞാൻ ചോദിക്കുന്നത് വളരെ ഡയറക്റ്റ് ചോദ്യമല്ലേ. അംബേദ്കർ അങ്ങനെ പറഞ്ഞിരുന്നോ ഇല്ലയോ? നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ? അറിയുമോ ഇല്ലയോ? അങ്ങനെയല്ല, എന്റെ ചോദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എന്റെ ചോദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കല്ല, ഇവിടെ ആർക്ക് വേണമെങ്കിലും എന്നോട് തെളിവ് സഹിതം മറുപടി പറയാം. ജാതി, രണ്ടാമത് കാര്യത്തിലേക്ക് പോകരുത്. ആദ്യത്തെ തീർന്നില്ല, ആദ്യത്തേത് തീർന്നില്ല സുഹൃത്തെ. ഒന്ന്, ഞാൻ ചോദിക്കുന്നത് മറുപടി, താങ്കൾ ചോദ്യമല്ല, മറുപടി കേൾക്കണ്ടേ? നോക്കൂ, അംബേദ്കർ ഇവിടെ പറഞ്ഞിരുന്നത് സാമൂഹ്യമായ പിന്നാക്കാവസ്ഥയുള്ള ആൾക്കാർക്കുള്ള റിസർവേഷൻ 100% അതിനൊപ്പമാണ് ഞാൻ. ചേട്ടാ ഞാൻ പറയട്ടെ 100% ജാതീയമായ സാമൂഹ്യമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നാക്കാവസ്ഥ നേരിടുന്ന ആൾക്കാർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞ അംബേദ്കർ പക്ഷത്ത് പൂർണ്ണമായും നിൽക്കുന്നയാളാണ് ഞാൻ. ഒരു സൺസെറ്റ് ക്ലോസ് വെച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ ആ സൺസെറ്റ് ക്ലോസ് കഴിഞ്ഞതിന് ശേഷവും മുഖ്യധാരയിലേക്ക് അതിനെ എത്തിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർക്ക് സാധിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, ഇന്ന് പറയുന്ന ജാതി സെൻസസ് എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ ജാതികളുടെയും കണക്കെടുത്ത് അതിനാനുപാതികമായിട്ട് നമ്മുടെ വിഭവങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ അതിൽ സോക്കോൾഡ് വരേണ്യ വർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവരാണ് സ്ട്രെങ്തിൽ കൂടുതലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക്, സാമൂഹ്യ പിന്നാക്കാവസ്ഥയുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടുന്ന വിഭവങ്ങൾ അങ്ങോട്ടും പോകും. പകരം തിരിച്ചല്ല സംഭവിക്കുന്നത്. അതാണ് നിലവിലെ ജാതി സെൻസസ്. ഇതല്ല ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരാളുമില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ജിത്നി ആബാദി ഉത്നാ ഹക്ക്. എത്രത്തോളം പോപ്പുലേഷൻ നമ്മുടെ വിഭാഗത്തിൻ്റെത് കൂടുന്നോ അത്രത്തോളം അധികാരം നമുക്ക്. എന്ന് വെച്ചാൽ നായർ വിഭാഗത്തിന്റെ പോപ്പുലേഷൻ കൂടിയാൽ കൂടുതൽ അധികാരം നായർക്ക്, ക്രിസ്ത്യാനിക്കാണെങ്കിൽ അവർക്ക് കൂടുന്നതെങ്കിൽ അതിന്. ജാതി സെൻസസ് നിലവിൽ അതാണ്. അതല്ലാത്ത ഒരു ജാതി സെൻസസിനെ പറ്റി പറയൂ. ആ ജാതി സെൻസസിനോട് ഞാനൊപ്പമല്ല. ചർച്ചകൾ തുടരാൻ സാധ്യമല്ല. ഒരൊറ്റ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. നമ്മുടെ അടുത്ത സെഷനുള്ള ആളുകൾ കാത്തിരിക്കുകയാണ്. അവസാനത്തെ ഒരു ചോദ്യം. നിങ്ങൾ എല്ലാ പാർട്ടിക്കാരും ഇവിടെ ഉണ്ട്. ഒരു പാർട്ടിക്കാരനെയും പ്രശ്നമല്ല. ഞാനൊരു അംബേദ്കറായിട്ടല്ല, ഞാനൊരു ഫോർവേഡ് കാസ്റ്റ് തന്നെയാണ്. ഞാൻ IIM ബാംഗ്ലൂർ എന്നുള്ള PhD ആണ്. IIM-ലെ പ്രൊഫസറുമാണ്. പക്ഷെ ഇന്ന് എല്ലാവരോടുമായിട്ട് പറയാം, ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടായ IIM ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് വരെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഒരൊറ്റ റിസർവേഷൻ കാരണം PhD എടുത്തിട്ടില്ല. ഓക്കെ, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു പിന്നോക്കത്തിന്റെയോ ഇവിടുത്തെ നിയമസമിതിയുടെ പ്രശ്നമല്ല. കാരണം അധികാരി വർഗം എന്നും അധികാരത്തിന് വേണ്ടി നിലകൊള്ളും എന്ന് മാത്രമല്ല, ഒരു പ്രാവശ്യം റെപ്രസെന്റ് ചെയ്ത ഒരൊറ്റ ഒരുത്തരും രണ്ടാമത് റെപ്രസെന്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കരുത്. ഒരു പ്രാവശ്യം മാത്രം റെപ്രസെന്റ് ചെയ്തവർ വീണ്ടും നമ്മളെ റെപ്രസെന്റ് ചെയ്യേണ്ടെന്ന്. താങ്ക് യു. നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്.
നമുക്ക് അനന്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളൊരു സമയക്രമം പാലിച്ചു പോകുന്നതാണ്. നമ്മളൊരു സമയക്രമം പാലിച്ചു പോവുകയാണ്. അടുത്ത സെഷനുള്ള വളരെ മുതിർന്ന ഗസ്റ്റുകൾ നമ്മുടെ അതിഥികൾ ഇരിക്കുന്നു. ഇരിക്കും. ആ ഇതാ ലേഡി. ഇനി നമുക്ക് ചോദ്യങ്ങൾ കൂടുതൽ ഇല്ല, എല്ലാവർക്കും അറിയാം. തർക്ക വിഷയങ്ങളല്ല, അതൊന്നും തർക്ക വിഷയങ്ങളല്ല. ഇതൊന്നും എത്ര തർക്ക നാര്യസ്തു വിഷയങ്ങളല്ല. നമ്മുടെ പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നും അതിലാണ് എഴുതിയിരിക്കുന്നത്. അതറിയോ? ചർച്ച തുടരുകയാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് പറഞ്ഞിരിക്കുന്നതും അതേ മനുസ്മൃതിയിലാണ്. അതറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? മാഡത്തിന് അറിയില്ലേ? ചർച്ച അവസാനിക്കുന്നില്ല. അംബേദ്കറുടെ പ്രസക്തിയെ കുറിച്ചുള്ള ചർച്ച അനന്തമായി തുടരുന്ന ഒരു ചർച്ച കൂടിയാണ്. അതുകൊണ്ട് ഈ വളരെ സജീവമായി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു.